സിയോൺ ക്ലാസിക്സ് ടിവി ന്യൂസ് ടൈം. നമസ്കാരം, സിയോൺ ക്ലാസിക്സ് ടിവിയിലേക്ക് സ്വാഗതം. ഹമാസ് തീവ്രവാദികൾ ബന്ദികളാക്കിയിരുന്ന ഇസ്രായേലി സ്വദേശികളെ സ്വീകരിച്ച് ഫ്രാൻസിസ് പാപ്പ. ഹമാസ് തീവ്രവാദികൾ ബന്ദികളാക്കിയിരുന്ന ഇസ്രായേലി സ്വദേശികളെ വത്തിക്കാനിൽ സ്വീകരിച്ച് ഫ്രാൻസിസ് പാപ്പ. ഹമാസ് ഭീകര സംഘം തട്ടിക്കൊണ്ടുപോയി ഗാസയിൽ മാസങ്ങളോളം തടവിലാക്കിയ ശേഷമാണ് ഇവർ മോചിതരാകുന്നത്. ഇന്നലെ വ്യാഴാഴ്ച വത്തിക്കാനിലെ അപ്പസ്തോലിക് അരമനയിലെ ലൈബ്രറിയിൽ വെച്ചാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇവരെ സ്വീകരിച്ചത്. പാപ്പ കൂടിക്കാഴ്ച നടത്തിയ സംഘത്തിൽ ഹമാസ് ഇപ്പോഴും മോചനം നൽകാത്ത ബന്ദികളാക്കിയവരുടെ ബന്ധുക്കളും ഉണ്ടായിരുന്നു. 2023 ഒക്ടോബർ 7 ഹമാസ് തീവ്രവാദികൾ ഇസ്രായേൽ അധിനിവേശം നടത്തി ആക്രമണം നടത്തിയതോടെയാണ് വിശുദ്ധനാട് വീണ്ടും യുദ്ധക്കളമായത്. ആക്രമണത്തിന് പിന്നാലെ 240 പേരെയാണ് അക്രമികൾ തട്ടിക്കൊണ്ടുപോയത്. 240 പേരുടെയും ബന്ധുക്കൾ ചേർന്ന് രൂപീകരിച്ച സംഘടനയായ ഹോസ്റ്റേജ് ആൻഡ് മിസ്സിംഗ് ഫാമിലീസ് ഫോറത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പാപ്പയുമായുള്ള സ്വകാര്യ കൂടിക്കാഴ്ചയിൽ തട്ടിക്കൊണ്ടുപോയവരുടെ ബന്ധുക്കൾ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഫോട്ടോകൾ ഫ്രാൻസിസ് മാർപ്പാപ്പയെ കാണിച്ചു. ഇത് 3-ാം തവണയാണ് ഹമാസ് തട്ടിക്കൊണ്ടുപോയി ബന്ദികളാക്കിയവരുടെ ബന്ധുക്കളുമായും മോചിതരായവരുമായും കൂടിക്കാഴ്ച നടത്തുന്നത്. ആദ്യ കൂടിക്കാഴ്ച കഴിഞ്ഞ വർഷം നവംബറിലും രണ്ടാമത്തെ കൂടിക്കാഴ്ച ഈ വർഷം ഏപ്രിൽ 8 നടന്നു. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചതു മുതൽ ഫ്രാൻസിസ് മാർപ്പാപ്പ തന്റെ ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. ബന്ദികളെ മോചിപ്പിക്കാൻ അദ്ദേഹം നിരവധി തവണയാണ് പ്രസ്താവന നടത്തിയത്. കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.